ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. വീട്ടിലുള്ള സാധാരണ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. എണ്ണപ്പലഹാരം കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് വെള്ളം ഞാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പത്തിരിക്ക് തയ്യാറാക്കുന്ന മാവ് തന്നെയാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു സവാളയുടെ പകുതി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ഒന്ന് ചെറിയ പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ വെള്ളം ഇറങ്ങി ഇത് ലൂസായി വരും. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടി ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് വലിയ ഉരുളകളാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ ഉരുളയൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും അല്പം കൂടുതൽ തന്നെ പൊടി എടുക്കണം. എന്നിട്ട് വലിയ ഉരുളയാക്കി എടുക്കണം. ഇനി നമുക്കിത് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് കട്ടിയിലും അല്പം വലിപ്പത്തിലുമായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് 2-3 സ്പൂണ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് കൂടുതൽ സമയമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതങ്ങ് ലൂസായി പോകും. അങ്ങനെയെങ്കിൽ കുറച്ച് കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അധികം സൈഡിലേക്കാവാതെ കുറച്ച് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. സൈഡ് ഭാഗത്തൊക്കെ കുറച്ചൊന്ന് അകലത്തിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് സൈഡിലേക്കൊക്കെ അങ്ങ് ആവും. അപ്പോൾ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മാവ് നന്നായിട്ട് അങ്ങ് പരന്നിട്ട് സൈഡിലേക്കൊക്കെ അങ്ങ് ആവും. അധികം അറ്റത്തേക്ക് ആവരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അറ്റത്തേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ വിരൽ കൊണ്ടൊന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കാം. രണ്ട് മൂന്നെണ്ണം ആദ്യം ഇതുപോലെ തയ്യാറാക്കി വെക്കട്ടോ. അപ്പം നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് അറ്റത്തേക്കൊക്കെ ആയി പോവുകയാണെങ്കിൽ അവസാനത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടങ്ങ് മടക്കി കൊടുത്താൽ മതി. എങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോൾസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാഴയിലയോട് കൂടി തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതും ഞാൻ മറ്റൊരു വാഴയില വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഞാനിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടോ. ഇനി നമുക്കിഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേതിൻ്റെ ബാക്കി വീഡിയോ സ്കിപ്പായി പോയിട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എണ്ണയൊന്നും ചേർക്കാതെ എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ, ലഞ്ച് ബോക്സിലേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ചെറു ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.